ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന തിരുവനന്തപുരം ഉഴമലക്കലിലെ തടത്തിരികത്ത് വീട്ടിൽ രാജനും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഭാര്യ ലതയ്ക്കും ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഏക മകൻ നിതിൻ രാജിനെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം, ഒരു ഡോക്ടറാക്കണം. വാടക വീട്ടിലെ ഇല്ലായ്മകളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിന്ന് ആ കൂലിപ്പണിക്കാരുടെ മകൻ ഒരുപാട് കടമ്പകൾ പിന്നിട്ടാണ് കണ്ണൂർ ഡെന്റൽ കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ നേടുന്നത്. ഡോക്ടറായി തിരികെ വീട്ടിലെത്തേണ്ട ഏക മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയും ഇന്ന് ആ വാടക വീട്ടിൽ തന്റെ മകന്റെ ചലനമറ്റ ശരീരത്തിനരികിൽ ജീവച്ഛവങ്ങളായി മരവിച്ചു നിൽക്കുകയാണ്. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ അധ്യാപകരാൽ പലതവണ പരസ്യമായി അപമാനിക്കപ്പെട്ടുവെന്നാണ് നിതിൻ നേരത്തെ ബന്ധുക്കളോട് പറഞ്ഞത്. പുഴുത്ത പട്ടി എന്നുപോലും അധ്യാപകൻ വിളിച്ചുവത്രേ. ദുരനുഭവങ്ങൾ പങ്കുവച്ചുള്ള നിതിന്റെ ശബ്ദ സന്ദേശവും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ ഒടുക്കുന്നതിന് മുൻപ് ആ വിദ്യാർത്ഥി എത്രമാത്രം അപമാനങ്ങൾ നേരിട്ട് കാണും. ഇത് ആത്മഹത്യയല്ല, ജാതി വെറി മൂത്ത കൊലപാതകമാണ്. ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കാനുള്ള ഗൂഢാലോചന കേന്ദ്രങ്ങളായി മാറുകയാണോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ സ്റ്റാഫ് റൂമുകൾ? ഇനിയും എത്ര നിരാലംബർ ജീവൻ നൽകിയാലാണ് ജാതീയ കൊലകൾക്ക് അറുതിയുണ്ടാവുക? ന്യൂസ് ബസ് ചർച്ച ചെയ്യുന്നു. ഇനിയും ഒരു ജീവൻ പൊലിയാതിരിക്കാൻ ജാതി വെറിയന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടതില്ല.